യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസെടുത്തു. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കാൻ സാധ്യതയെന്നാണ് പരാതി. നൃപൻ ചക്രവർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൃപൻ, ഗൗരവതരമായ സാഹചര്യമാണ് ഇത് എന്നും ഈ പരാതിയിൽ വ്യക്തമായ പരാമർശം ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഗൗരവം അല്ലെങ്കിൽ വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന കണ്ടെത്തലുമുണ്ട്. തീർച്ചയായും കാവ്യ, ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആഭ്യന്തര വിഷയത്തിലുപരി രാജ്യത്തെ രാജ്യദ്രോഹ കുറ്റം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായ കാർഡ് വ്യാജമായി ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ്. അതിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇത് പൊതു തെരഞ്ഞെടുപ്പിൽ ഇനി അടുത്ത് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ കാർഡ് ദുരുപയോഗിക്കാനും അങ്ങനെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ കേസാണ്. അതുകൊണ്ട് അടിയന്തരമായി അന്വേഷണം വേണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്ത് തുടർ നടപടിയിലേക്ക് കടക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നേരത്തെ തന്നെ ഡിജിറ്റൽ രേഖകളടക്കം പരിശോധിച്ച് വ്യാജമായി തെരഞ്ഞെടുപ്പ് കാർഡുകൾ, വ്യാജ ഇലക്ഷൻ ID കാർഡുകൾ നിർമ്മിച്ചു എന്ന കണ്ടെത്തൽ നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഡിജിറ്റൽ രേഖകളും ഉണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പരാതിയിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമ്പോൾ ഗുരുതരമായ അടുത്ത തുടർ നടപടിയിലേക്ക് പോകും. അതുകൊണ്ട് ഗുരുതരമായ കുറ്റം ചുമത്തിയായിരിക്കും ഇക്കാര്യങ്ങളിൽ കേസെടുക്കുക. അതുകൊണ്ട് തന്നെ അടിയന്തരമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. തുടർ നടപടിയുടെ ഭാഗമായി കൂടുതൽ അറസ്റ്റിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നിർണായകമായ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനടക്കം ഉപയോഗിക്കാൻ തരത്തിലുള്ള വ്യാജ ഇലക്ഷൻ ID കാർഡ് ഉണ്ടാക്കിയെന്നതാണ്. അതിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പരാതിയിൽ ഇപ്പോൾ തുടർ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. മ്യൂസിയം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ DYFI അടക്കം നൽകിയ പരാതിയിൽ നേരത്തെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നു. അറസ്റ്റടക്കം നടപടികളും കസ്റ്റഡിയിലെടുത്ത് അവരെ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ അവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഇപ്പോൾ അവരെ മൊഴിയെടുപ്പും ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ രേഖകളടക്കം കണ്ടെടുത്തുള്ള നടപടികളിലേക്ക് പോവുകയാണ്. വലിയ ഗൂഢാലോചന സംസ്ഥാന വ്യാപകമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത് നടന്നിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത അനുയായികൾ ചില കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് വ്യാജ ID കാർഡ് ഉണ്ടാക്കി. ഒപ്പം തന്നെ പല ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ സമാനമായ പരാതി വന്നു. ഇതൊക്കെ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അതിൽ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കേരള പോലീസ് കടന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാവ്യ, നൃപൻ, ഈ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാതലത്തിൽ വ്യാപകമായ പരാതികൾ ഉണ്ടാകുന്നു. പലയിടങ്ങളിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് പരാതി ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ വ്യാപകമായി ഈ വിധത്തിൽ തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചു എന്ന കണ്ടെത്തൽ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നതും. തീർച്ചയായും വലിയ ആശങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചിട്ടുണ്ട്. അത് കേരള പോലീസ് നൽകിയ പരാതിയിലും തുടർ നടപടികളെ സംബന്ധിച്ച അവർ നൽകിയ നിർദ്ദേശങ്ങളിലുമുണ്ട് എന്നാണ് സൂചന. കാരണം കാവ്യ സൂചിപ്പിച്ചതുപോലെ വ്യാജമായി ID കാർഡുകൾ നിർമ്മിച്ചു, ഇലക്ഷൻ ID കാർഡ് നിർമ്മിച്ചു എന്നതാണ്. അത് തന്നെയാണ് ഗുരുതരമായ ഏറ്റവും ആശങ്കയുള്ള കുറ്റം. രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ ID കാർഡ് ഉപയോഗിക്കാം. ഈ പറഞ്ഞ ആഭ്യന്തരമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു, അങ്ങനെ സംഘടനാ ഭാരവാഹികൾ വന്നു എന്നത് കോൺഗ്രസ് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതിൽ ഒതുങ്ങുന്നില്ല. അന്ന് തന്നെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. DYFI സമാനമായ പരാതി ചൂണ്ടിക്കാട്ടി ചില വ്യാജ ആപ്പുകൾ ഉണ്ടാക്കുന്നു, ചില IT രംഗത്തെ ചില വിദഗ്ധരെ, സൈബർ രംഗത്തെ ചില കുറ്റവാളികളെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ വ്യാപകമായി കാസർഗോഡ് കേന്ദ്രീകരിച്ച് കർണാടക ബേസ് ആയിട്ടുള്ള ചില ഹാക്കർമാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വച്ചു. ഈ ഹാക്കർക്ക് സമാനമായി തന്നെ മുൻപ് നിരവധി കേസുകൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇത്തരത്തിൽ രാജ്യാന്തര കുറ്റവാളികളടക്കം ഈ കേസുമായി ബന്ധമുണ്ടെന്ന് സൂചന വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പറഞ്ഞ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാജമായി ID കാർഡ് ഉപയോഗിക്കുന്ന ഘട്ടത്തിലേക്ക് പോയാൽ അടുത്ത് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ഇങ്ങനെ ഉണ്ടാക്കിയ കാർഡും ആപ്പും ഒക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ കൈവശമുണ്ടെങ്കിൽ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവർക്ക് ഈ ID കാർഡുമായി എത്താൻ കഴിയും. കാരണം ID കാർഡുമായി ബൂത്തുകളിൽ എത്തിയാൽ ഒരാളുടെ തിരിച്ചറിയൽ രേഖ നോക്കി അയാളുടെ പേരാണ്
വീഡിയോയാണോ ഫോട്ടോയാണോ എന്ന് മാത്രം നോക്കാനേ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക്, തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ആയി പറഞ്ഞ ബൂത്തിലുള്ള ഓഫീസർമാർക്ക്, തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ കാർഡുമായി എത്തുന്നവരെ തിരിച്ചറിയാനുമാകില്ല. അങ്ങനെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഗുരുതരമായ കുറ്റമാണ്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് തുടർ നടപടിയിലേക്ക് പോകണം എന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം. ഇക്കാര്യങ്ങളിൽ അടിയന്തര നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് പോലീസ് തേടുന്നത്. ഒപ്പം തന്നെ മ്യൂസിയം പോലീസ് കേസെടുത്ത് തുടർ നടപടിയിലേക്ക് ഇപ്പോൾ കടന്നു കഴിഞ്ഞിട്ടുമുണ്ട്. കാവ്യ, നിർമ്മൻ, ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തേക്ക് തന്നെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിൽ വ്യക്തമായ പങ്ക് ഉണ്ട് എന്ന് സംശയിക്കുന്ന ഒരു ഘട്ടമുണ്ട് ഇപ്പോൾ നിർമ്മൻ സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന്റെ, ഈ കേസിന്റെ വ്യാപ്തി കുറയ്ക്കാനുള്ള, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള വ്യാപകമായ ഒരു ശ്രമവും നടക്കുന്നുണ്ട്. കൂടുതൽ നേതാക്കൾ തന്നെ ഇതിൽ പ്രതികളാകുന്ന രീതിയിലേക്ക്, കൂടുതൽ പ്രതികരണങ്ങൾ നൽകേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തുകയല്ലേ? തീർച്ചയായും കാവ്യ, പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ലീഡർഷിപ്പിനെ കുറിച്ച് അറിയാവുന്നതാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും അവർ നടത്താറില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ഇക്കാര്യത്തിൽ പൂർണ്ണമായ ന്യായീകരണമാണ് കേരളത്തിലെ കോൺഗ്രസ് നടത്തിയത്. യൂത്ത് കോൺഗ്രസിൻ്റെ ആഭ്യന്തരമായ സംഘടനാ തെരഞ്ഞെടുപ്പാണ്, അവരുടെ നാഷണൽ കമ്മിറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അവർ ആണ് വിശദീകരണം നൽകുക. തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ നിർദ്ദേശത്തിന് വിശദീകരണവും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന് ഇതുമായി ബന്ധമില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. പക്ഷേ കെ സുധാകരൻ പറഞ്ഞത് പ്രത്യേക ആഭ്യന്തര കമ്മീഷൻ നിയോഗിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ടില്ല എന്ന് വി ഡി സതീശൻ കെ സുധാകരനെ തിരുത്തുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ നല്ല വ്യക്തിയാണ് എന്ന് കെ സുധാകരൻ പരസ്യമായി ന്യായീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരെ നേതാക്കളെ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ, പുതുതായി എത്തിയവരെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് കെ സുധാകരനൊപ്പം തന്നെ വി ഡി സതീശനും ഒപ്പമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ. പക്ഷേ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നു എന്ന കാര്യം കോൺഗ്രസിനുള്ളിൽ തന്നെ ആഭ്യന്തരമായി ഉണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ കമ്മിറ്റിക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തന്നെ പരാതി നൽകിയത്. ആ പരാതിയുടെ പകർപ്പാണ് കൈരളി ന്യൂസ് നേരത്തെ തന്നെ പുറത്തുവിട്ടത്. അതുകൊണ്ട് അവർക്ക് ഇത് നിഷേധിക്കാനാകില്ല. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയ ഏജൻസിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ തന്നെ പറയുന്നുണ്ട്, വ്യാജമായ ഐ ഡി രേഖകൾ സമർപ്പിച്ചത് കാരണം തള്ളിയ ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ട് ഉണ്ട് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആപ്പ് പരിശോധിക്കുമ്പോൾ ഈ അന്വേഷണ ഏജൻസി ഇവരെ വിളിച്ചു വരുത്തുമ്പോഴേക്കും സ്വാഭാവികമായി അവർക്ക് ഈ തിരിച്ചറിയൽ രേഖകളിലുള്ള ക്രമക്കേട് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ പെൻഡിങ്ങിൽ വെച്ചു, ആ വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചു എന്ന കാര്യം അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ കമ്മിറ്റി മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് BJP ആണ് രാജ്യത്ത് ഭരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. നിർമ്മൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.